പുതുവർഷം KSRTC അടിച്ചു പൊളിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി പുതിയ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. ഡീസൽ ബസ്സുകളാണ് നേരത്തെ ഈ ഒരു സംവിധാനത്തിന് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ ഇപ്പോൾ ഒരു പ്രത്യേകത ഇത് ഇലക്ട്രിക് ബസ് എന്നതാണ്. 2 ബസ്സിനാണ് KSRTC ഓർഡർ നൽകിയത്. അതിൽ ആദ്യത്തെ ബസ് എത്തിക്കഴിഞ്ഞു. രണ്ടാമത്തെ ബസ് ഉടൻ തന്നെ എത്തുന്നതാണ്. സ്വിഫ്റ്റിന് കീഴിലാണ് ബസ് വാങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ബസിൻ്റെ പ്രവർത്തനം KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ കീഴിലാണ്. മുകളിൽ 35 സീറ്റും താഴത്തെ നിലയിൽ 30 സീറ്റും അടക്കം 65 സീറ്റാണ് ബസ്സിൽ ഒരുക്കിയിട്ടുള്ളത്. കയറാനും ഇറങ്ങാനുമായിട്ട് 2 വാതിലുകളാണ് ബസ്സിലുള്ളത്. ഒന്ന് ഫ്രണ്ട് വശത്തും ഒന്ന് പുറകുവശത്തും. മുംബൈയിലെ സ്വിച്ച് മൊബിലിറ്റി എന്ന കമ്പനിയിൽ നിന്നാണ് 2 ബസ്സുകളും വാങ്ങിയിട്ടുള്ളത്. ബസ്സിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒരു ബസ്സിൻ്റെ വില 1,90,00,000 രൂപയാണ്. ബസ്സിൻ്റെ അകത്ത് 5 ക്യാമറയുണ്ട്, TV ഉണ്ട്, മ്യൂസിക് സിസ്റ്റമുണ്ട്, LED ഡെസ്റ്റിനേഷൻ കാണിക്കുന്ന LED ഡിസ്പ്ലേ ബോർഡുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഓരോ സീറ്റിൻ്റെ അടുത്തും സ്റ്റോപ്പ് എന്ന് പറയുന്ന ബട്ടണുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ യാത്രക്കാരൻ അവിടെ ഇറങ്ങാൻ ഉണ്ട് എന്നുള്ള നിർദ്ദേശം ഡ്രൈവർക്ക് മനസ്സിലാകും. അപ്പം അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ബസ്സിൽ ഒരുക്കിയിട്ടുള്ളത്. 9.8 മീറ്ററാണ് ബസ്സിൻ്റെ ആകെ നീളം. ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ചാർജിംഗ് പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ചാർജ് ബസ്സിൽ കയറും. 180 കിലോമീറ്റർ മുതൽ 240 കിലോമീറ്ററിനകത്ത് വരെ ഒറ്റ ചാർജിൽ സഞ്ചരിക്കാൻ കഴിയും എന്നതും ഈ ബസ്സിൻ്റെ പ്രത്യേകതയാണ്. പരമാവധി വേഗത 75 കിലോമീറ്റർ ആണെങ്കിലും നിലവിൽ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് 60 കിലോമീറ്ററിൽ സഞ്ചരിക്കാൻ വേണ്ടിയാണ്. നവകേരള ബസ്സിന് നൽകിയ അതേ നിറം തന്നെയാണ് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിനും നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ഡെസ്റ്റിനേഷനുകൾ ബസ്സിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം, നേപ്പിയർ കൊട്ടാരം, ശംഖുമുഖം, കോവളം, പാളയം മുസ്ലിം പള്ളി, പാളയം ക്രിസ്ത്യൻ പള്ളി. ഓപ്പൺ ഡബിൾ ഡെക്കറിൻ്റെ ജനശ്രദ്ധയാണ് ആ ശ്രേണിയിലേക്ക് കൂടുതൽ ബസ് എത്തിക്കാൻ KSRTC പ്രേരിപ്പിച്ചത്. തിരുവനന്തപുരത്തെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നിന്ന് ക്യാമറ പേഴ്സൺ സജാദ് പാലോടിനൊപ്പം RB സനൂപ്, മീഡിയ 1.